നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷാവിജ്ഞാനിയുമാണ് നമ്മുടെ വിഷയം. വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വിഷയമാണത്. നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഉപദേശം ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, അതിൻ്റെ സ്വഭാവവും അതിൻ്റെ പ്രസക്തിയൊക്കെയാണ് നാം പഠിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പോൾ കർത്താവ് ഒരു പ്രതിപുരുഷ യാഗമായിട്ടാണ് അർപ്പിക്കപ്പെട്ടത് എന്ന സത്യം നാം വിശദമായിട്ട് കണ്ടു. ആ പ്രതിപുരുഷ യാഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം ചിന്തിച്ചു. പ്രതിപുരുഷ യാഗത്തെക്കുറിച്ച് പറയുന്ന പ്രധാന വേദഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നാം ചിന്തിച്ചു. അതുപോലെ പ്രതിപുരുഷ യാഗത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. ഇന്ന് ആ വിഷയം നാം തുടർന്ന് അല്പം കൂടെ തീർക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മരണം, അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് എന്ന് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്നാൽ നാം ഓർത്തിരിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണല്ലോ നാം വായിക്കുന്നത്. ദൈവസ്നേഹമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ജഡം ധരിച്ചു വരുവാനായിട്ട് പ്രേരിപ്പിച്ചതും ഇടയാക്കിയതും. വേറൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. സ്നേഹത്തിന്റെ നിർബന്ധത്താലാണ് കർത്താവ് വന്നത്. ആരെങ്കിലും കർത്താവിനെ അത് താനത് ചെയ്യാൻ കടപ്പെട്ടവനാണ് എന്ന നിലയിലൊരു കടപ്പാടായിട്ട് ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നതല്ല. കാരണം കർത്താവിന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനുള്ള യാതൊരു കടപ്പാടും ഉണ്ടായിരുന്നില്ല. പാപരഹിതനായി, വിശുദ്ധനായി, നീതിമാനായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യന് സ്വന്തം ഇഷ്ടപ്രകാരം പാപം ചെയ്ത ശേഷം ആ മനുഷ്യനെ പാപത്തിന്റെ ശിക്ഷയായ മരണം നൽകുവാനല്ലാതെ മറ്റൊന്നും ദൈവം ചെയ്യുവാൻ കടപ്പെട്ടവനായിട്ടില്ല. അതുകൊണ്ട് രക്ഷയെന്ന് പറയുന്നത് നമ്മുടെ ഒരു അവകാശമല്ല. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. രക്ഷ ഒരിക്കലും നമുക്ക് അവകാശപ്പെട്ടതല്ല. നമുക്ക് അവകാശപ്പെട്ട നിത്യമരണം മാത്രമാണ്. പക്ഷേ ദൈവം തന്നെ മഹാസ്നേഹത്തിൽ താൻ സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. എത്ര കഠിനമായ ഒരു മാർഗമാണ് വാസ്തവത്തിൽ ദൈവം തന്റെ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയും കഠിനമായ ഒരു മാർഗം വേണമായിരുന്നോ? പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കാൽവരി ക്രൂശിൽ യാതൊരു കരുണയും ദൈവം കാണിക്കാതെ ബലിയാക്കി തീർത്തിട്ട് വേണമായിരുന്നുവോ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ? അത് നമുക്ക് ചോദിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതിപുരുഷ യാഗമല്ലാതെ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു യാഗത്തിന് വേണ്ടി തന്റെ പുത്രനെ തരുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ച ഏക ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. അത് വളരെ ഉന്നതമായ ഉദാത്തമായിരിക്കുന്ന ഒരു ഒന്നാണ്. സർവശക്തനായ ദൈവത്തിന് തന്റെ പുത്രന്റെ മരണത്തെ ഒഴിവാക്കിക്കൊണ്ട് ഭാവിയായ മനുഷ്യ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനുള്ള ഉത്തരം കഴിയുമായിരുന്നില്ല എന്ന് തന്നെയാണ്. കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്റെ പുത്രനെ ആ നിലയിൽ യാഗമാക്കി തീർക്കുമായിരുന്നില്ല. കാരണം വേറെ ഏതെങ്കിലും മാർഗത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയും എങ്കിൽ പിന്നെ ദൈവത്തിന്റെ പുത്രനെ യാഗമാക്കി തീർത്തു എന്ന് പറയുന്ന ഒരു സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് മാറുമായിരുന്നില്ല. എന്നാൽ ദൈവം അതിന്റെ മുൻപിൽ ഒന്നുകിൽ മനുഷ്യനെ രക്ഷിക്കുക, അല്ലെങ്കിൽ രക്ഷിക്കാതിരിക്കുക. എന്നാൽ രക്ഷിക്കുവാനുള്ള മാർഗമാണ്, രക്ഷിക്കുവാനുള്ള മനസ്സാണ് കർത്താവ് ചെയ്തത്. ലോകത്തിലെ ഒരുപാട് ദൈവശാസ്ത്രന്മാരുണ്ട്. അവര് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ ക്രിയ ചെയ്യുവാനായിട്ട് ഇടയായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവര് സമ്പാദിക്കാറുണ്ട്. പക്ഷേ സമ്പാദിച്ചിട്ട് കാര്യമില്ല. പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എന്ന് മാത്രമല്ല, രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല എന്ന ദൈവം താൻ തന്നെ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് വിമോചനമില്ല. ദൈവം തന്നെ വെച്ചതായിരിക്കുന്ന പ്രമാണത്തെ ലംഘിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയില്ലല്ലോ. ദൈവം ഒരിക്കലും ഇൻകൺസിസ്റ്റൻസി ഉള്ള ഒരാളല്ല. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും എല്ലാം ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നാണ്. അവർ രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനമില്ല എന്ന് ദൈവം പ്രമാണം വെച്ചിരിക്കെ അതുകൂടാതെ ഒരു മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവത്തിന് തന്റെ സ്വഭാവത്തെ തെറ്റിപ്പാൻ കഴിയുകയില്ല എന്നാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിലൊന്നാണ് വിശ്വസ്തത എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ദൈവത്തെ ത്യജിക്കുവാനായിട്ട് കഴിയുകയില്ല.
എബ്രായ ലേഖനം 6:18 പറയുന്നത് ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയില്ലെന്നാണ്. ദൈവത്തിന് അങ്ങനെ ഭോഷ്ക് പറയുവാൻ കഴിയില്ല. മനുഷ്യനെ പറയുവാൻ കഴിയുന്ന പോലെ ദൈവത്തിന് അത് കഴിയുകയില്ല. കാരണം ദൈവം ഭോഷ്ക് പറയുകയില്ല, ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയുന്നതുമല്ല. ക്രിസ്തുവിന്റെ കാൽവറി മരണം വഴി നേടിയെടുത്ത രക്ഷ കാൽവറി മരണം കൂടാതെ സാധ്യമായിരുന്നെങ്കിൽ എങ്ങനെ കാൽവറി മരണം ദൈവസ്നേഹത്തിന്റെ വലിയ പ്രകടനമാകും? ഒരിക്കലും പ്രകടനമാകില്ലെന്ന് നമുക്കറിയാം. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമെന്ന് നമ്മുടെ കർത്താവ് ഗത്സമനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എൻ്റെ ഈ മരണം ഒഴിവാക്കി അവരെ രക്ഷിക്കണമേ എന്ന് കർത്താവ് പറഞ്ഞു എന്ന് ചിന്തിക്കുവാനുള്ള ന്യായമുണ്ട്. എന്നാൽ അതിന് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. പാനപാത്രം ദൈവം കർത്താവ് കുടിച്ചെങ്കിലേ മതിയാകുമായിരുന്നുള്ളൂ. കാരണം കാൽവറിയെ ഒഴിവാക്കിക്കൊണ്ട്, ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യർക്ക് രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. പാനപാത്രത്തിന് നീക്കം വരുത്തി മനുഷ്യൻ രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം അത് ചെയ്യുമായിരുന്നു. പക്ഷേ മനുഷ്യൻ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ തീരുമാനത്തിന് യാതൊരു വ്യത്യാസവും വന്നില്ല. ദൈവം തന്റെ സ്നേഹത്തിൽ തന്റെ പുത്രനെ നമുക്ക് തരികയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന പ്രകടനമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. ബൈബിൾ അങ്ങനെ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ സൃഷ്ടി ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനങ്ങളിൽ ഒന്നാണ്. കാൽവറിയിലെ മരണം പോലെ തന്നെ വളരെ വലിയൊരു പ്രകടനമാണ്. കാരണം ദൈവം സൃഷ്ടിക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ തിരിഞ്ഞ് തന്റെ സൃഷ്ടാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമെന്ന് അറിഞ്ഞിട്ടും ആ മനുഷ്യനെ യാതൊരു കേടും കൂടാതെ സൃഷ്ടിക്കുവാനും അവന് ജീവൻ നൽകുവാനും ദൈവത്തിന് മനസ്സായെങ്കിൽ അത് സ്നേഹത്തിന്റെ വലിയ പ്രകടനമാണ്. എന്നാൽ അതിന് പ്രകാരം തന്നെ കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും മനുഷ്യവർഗത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ പുത്രൻ തമ്പുരാൻ പാപപരിഹാരമായിട്ട് മരിക്കുകയും ചെയ്തു, യാഗമാക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായിട്ടാണ് ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയതായിരിക്കുന്ന ആളുകൾക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇത് മനസ്സിലാക്കിയ ആളുകൾക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. കാരണം ഇത്ര വലിയ സ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. അതാണ് സോ ഗ്രേറ്റ് സാൽവേഷനാണ് ദൈവം നമുക്ക് തന്നത്. ഗോഡ് സോ ലവ്ഡ് ദി വേൾഡ് എന്നാണ്. സോ ലവ്ഡ് ദി വേൾഡ്, ഇത്ര വലിയ രക്ഷ എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. സോ ഗ്രേറ്റ് സാൽവേഷൻ. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സോ ഗ്രേറ്റ് ആണ്, സോ ബിഗ് ആണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യം എന്ന് പറയുന്നത് ദൈവജനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഒന്നാണെന്ന് നമുക്കറിയാം. നമ്മുടെ രക്ഷയെ സംബന്ധിക്കുന്ന ഏറ്റവും ഇതാണ്. അപ്പോൾ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം. ദൈവത്തിന്റെ പുത്രനെ നൽകുവാനൊക്കെ ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു, അത്രയധികം സ്നേഹിച്ചു. അളക്കുവാൻ കഴിയാത്ത സ്നേഹം കൊണ്ടാണ് സ്നേഹിച്ചത്. ഈ സ്നേഹം വലുതായിരിക്കുന്നതിന്റെ കാരണങ്ങളിലൊന്നും ദൈവത്തിന്റെ സ്നേഹമാണെന്നാണ്. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തെക്കാൾ വലുതായിട്ട് ആരുമില്ല. അപ്പോൾ ഏറ്റവും വലിയ വ്യക്തിയുടെ സ്നേഹമാണ്, അത് ഏറ്റവും വലിയ സ്നേഹം തന്നെയാണ്. അതുപോലെ ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനാണ്, മനുഷ്യനെ സ്നേഹിച്ച സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ സ്നേഹം തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ സ്നേഹമാണ്. ഏറ്റവും വലിയ വിലയാണ് ഈ സ്നേഹത്തിന്റെ പ്രകടനത്തിന് പിതാവ് കൊടുത്തത്. തന്റെ പുത്രനെ വലിയാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു വില പിതാവിന് കൊടുക്കുവാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹം ഏറ്റവും വലിയ സ്നേഹമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ആപത്തിൽ രക്ഷിക്കുവാനാണ്, ആരും നശിച്ചു പോകാതെ നിത്യനരകത്തിൽ രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ രക്ഷയാണ്. എന്ന് മാത്രമല്ല, ഈ മരണം വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏറ്റവും വലിയ മൂല്യമുള്ള സാധനം അത് തന്നെയാണ് നിത്യജീവൻ. എന്ന് മാത്രമാണോ, ഏറ്റവും ലളിതമായിരിക്കുന്ന മാർഗത്തിലാണ് ഈ രക്ഷ സാധ്യമാക്കുന്നത്. പുത്രൻ വിശ്വസിക്കുന്ന ഏവനും. അങ്ങനെ ഏത് ആംഗിളിൽ നോക്കിയാലും രക്ഷയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവസ്നേഹം ഏറ്റവും ഉന്നതമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ പ്രാധാന്യം, രക്ഷയുടെ മഹത്വം, രക്ഷയുടെ വലിപ്പവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും നാം അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഇത്ര വലിയ വില മുടക്കി, ഇത്ര വലിയ ത്യാഗം ചെയ്ത് തന്റെ പുത്രനെ ത്യാഗമാക്കി തീർത്തുകൊണ്ട് നമ്മെ രക്ഷിച്ചെങ്കിലും നമ്മൾ എത്ര ലാഘവമായിട്ടാണ് രക്ഷ എടുക്കുന്നത്. ഏത് രക്ഷ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നരകത്തിന്റെ ഭയങ്കരത നാം ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ്. പണ്ടാരോ ദേവദാസൻ പറഞ്ഞതുപോലെ നരകത്തിന്റെ കവാടം ഒന്ന് തുറന്ന് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ അവരെ എവിടെ നിന്നാണ് ദൈവം രക്ഷിച്ചതെന്ന് അതിന്റെ കവാടം ഒന്ന് തുറന്ന്, കവറൊന്ന് തുറന്ന്, മൂടി ഒന്ന് തുറന്ന് ഒരു നിമിഷത്തേക്കൊന്ന് എത്തി നോക്കുവാൻ അനുവദിച്ചിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവത്തിനും ഇന്ന് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരുപാട് മടങ്ങ്
100 കോടി മടങ്ങ് 1000 കോടി മടങ്ങ് സ്നേഹിക്കുമായിരുന്നു. നരകത്തിന്റെ ആ ഭയങ്കരത നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം രക്ഷയെ ലാഘവമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് അഭിപ്രായലേഖനം പറഞ്ഞ ഇത്ര വലിയ രക്ഷ ഗണ്യമായി വിചാരിച്ചാൽ നാം എങ്ങനെ തെറ്റിയോ ഭയങ്കരമാണ്. കാല് തെറ്റിയാൽ ചെന്ന് വീഴുന്നത് നിത്യനരകത്തിലേക്കാണ്. രക്ഷയുടെ വഴിയിൽ നിന്നും തെറ്റിപ്പോയെങ്കിൽ പിന്നെ വീഴുന്നത് നിത്യനരകത്തിലാണ്. യാതൊരു രക്ഷയുമില്ലാത്ത അഗാധകൂപത്തിലാണ് വഹിക്കുന്നത്. എന്നാൽ അവിടെ നാം ആരും ചെന്ന് വീഴാതിരിക്കത്തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. രക്ഷയെക്കുറിച്ച്, കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പറയാൻ അതിപ്രധാനമായ വേറൊരു കാര്യം, യേശുക്രിസ്തുവിന്റെ മരണം ഒരു കോപശമന യാഗമാണ്. അതൊരു പുതിയ വാക്കായിരിക്കും, പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. കോപശമന യാഗം. ഈ കോപശമനം എന്നുള്ളതിന് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പ്രായശ്ചിത്തം എന്നാണ്. പ്രായശ്ചിത്തം. അത് നമ്മള് ഒരു സാധാരണക്കാരനോട് നീ ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞാല് അവര് മനസ്സിലാക്കുന്നത് ചെയ്തു പോയ തെറ്റിന് എന്തെങ്കിലും ഒരു ചെറിയ ക്രമം ചെയ്യുക, എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്നുള്ള നിലയിലാണ്. പക്ഷേ വിശുദ്ധ ബൈബിളിൽ ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്ന, അല്ലെ ഇംഗ്ലീഷിലെ പ്രൊപ്പിഷ്യേഷൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് ഒരു വലിയ വാക്കാണ്. പാപിക്ക് നേരെയുള്ള ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ആശയം. പാപിക്ക് നേരെയുള്ള ദൈവത്തിന്റെ ക്രോധത്തെ, ദൈവം പാപികൾക്ക് നേരെ തന്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് റോമാലേഖനം 1:18 പറഞ്ഞത്. മനുഷ്യന്റെ പാപത്തിന് നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു. എത്ര വലിയ ക്രോധമാണത്! ആ കോപത്തെ ശമിപ്പിക്കുക എന്നുള്ളതായിരിക്കുന്ന ആശയമാണ്. അപ്പൊ ഈ ആശയത്തെ കുറിക്കുന്ന ആ വാക്ക് മലയാള ബൈബിളില് പ്രായശ്ചിത്തം എന്നാണ് നമ്മുടെ ഇംഗ്ലീഷിൽ അതിന് പ്രൊപ്പിഷ്യേഷൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സത്യവേദ പുസ്തകത്തിലെ പ്രായശ്ചിത്തം എന്ന് പരിഭാഷ ചെയ്തിട്ടുള്ളത് എബ്രായ ഭാഷയിലെ കിപ്പർ എന്നും ഗ്രീക്ക് ഭാഷയിലെ ഹിലാസ്കുമോയ് എന്നും പറയുന്നതായിരിക്കും 2 വാക്കുകളിൽ നിന്നാണ്. ഈ 2 വാക്കുകൾക്ക് പ്രായശ്ചിത്തം എന്ന വാക്ക് തെറ്റായ വാക്കല്ല, പക്ഷേ അത് ഈ ദൈവ ക്രോധത്തെ ശമിപ്പിക്കുന്ന ക്രോധശമനം എന്നതായിരിക്കുന്ന ആശയം അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രായശ്ചിത്തം എന്നുള്ള വാക്കിൽ നാം ചെയ്തു പോയ തെറ്റിന് പകരമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നാം എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള ഒരു ആശയമാണ്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് നേരെയുള്ള ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുവാനായിട്ട് ദൈവം അംഗീകരിക്കുന്ന ഒരേ ഒരു മാർഗം എന്നുള്ള നിലയിലാണ് അത് ഇരിക്കുന്നത്. ഇപ്പൊ റോമാലേഖനം 3-ാം 25 1 യോഹന്നാൻ 2:2, 4:10 മുതലായിരിക്കുന്ന വാക്യങ്ങളിലൊക്കെ ഈ പ്രായശ്ചിത്തം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഉള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അതാണ്, ദൈവത്തിന്റെ കോപശമനം, ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുക. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവക്രോധം എന്ന ആശയം തന്നെ ഇക്കാലത്തെ പല ആളുകൾക്കും അസ്വീകാര്യമാണ്. ദൈവം സ്നേഹമാണെന്ന ആശയവും ദൈവം അതിന് ക്രോധമുണ്ട് എന്ന ആശയം യോജിച്ചു പോകുന്ന ആശയങ്ങളല്ല എന്ന് ആളുകൾ പറയുന്നു. അത് നമ്മുടെ സ്വഭാവവുമായി ചേർത്ത് വെച്ച് ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. ഒരു മനുഷ്യൻ സ്നേഹമാണ് എങ്കിൽ പിന്നെ മനുഷ്യൻ കോപിക്കുകയില്ലല്ലോ. സ്നേഹമുള്ള അപ്പൻ തന്റെ മകനോട് കോപിക്കുമോ? നമ്മുടെ ചിന്താഗതിയിൽ അങ്ങനെ കോപിക്കാനൊന്നും പാടില്ല. ദൈവം സ്നേഹമാണെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാണ് ക്രോധം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ ദൈവക്രോധവും ദൈവസ്നേഹവും എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായിരിക്കുന്ന ആശയങ്ങളല്ല. അത് അങ്ങനെ വിരുദ്ധമായ ആശയങ്ങളല്ല. ദൈവം സ്നേഹിക്കുന്നത് പാപത്തെയല്ല, ദൈവം സ്നേഹിക്കുന്ന പാപിയാണ്. അതുകൊണ്ട് ദൈവം പാപത്തെ വെറുക്കുന്നു എന്ന് പറയുന്നതും പാപിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യമൊന്നും കാണേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. നമ്മൾക്കാന്നേ അത് ഒക്കുകയില്ല. നാം ഒരാളെ വെറുത്താൽ പിന്നെ ആളെ വെറുക്കും. നമുക്കൊരു വ്യക്തിയെ സ്നേഹിക്കുവാനും ആ വ്യക്തിയുടെ തെറ്റായ പ്രവൃത്തിയെ വെറുക്കുവാനും നമുക്ക് കഴിയുകയില്ല. നാം തെറ്റായ പ്രവൃത്തിയെ വെറുക്കുന്നുവെങ്കിൽ ആളുടെയും വെറുക്കും. അതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവത്തിലെ ഒരു വൈപരീത്യവും ഒരു ബലഹീനതയുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ദൈവക്രോധം എന്ന ആശയം സ്വീകാര്യമല്ലാത്ത ആളുകളെ ഈ പ്രൊപ്പിഷ്യേഷൻ എന്ന വാക്കിന്, ക്രോധശമനം എന്നതായിരിക്കുന്ന ആശയം അവർ ഒരിക്കലും അങ്ങോട്ട് സ്വീകരിക്കില്ല. അവർ പറയുന്നത് ബൈബിളിലെ ദൈവ സ്നേഹവാനാകിയ ദൈവക്രോധം എന്ന ആശയം ദൈവ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അതിനാൽ കാൽവറിയിലെ മരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുവാനല്ല. അവർ പറയുന്ന പാപപരിഹാരം എന്ന് ചിന്തിച്ചാൽ മതി. പാപപരിഹാരം എന്ന് ചിന്തിച്ചാൽ, പാപം എന്ന് പറഞ്ഞതായിട്ട് പ്രശ്നമുണ്ട്. അതിനെ പരിഹരിക്കണമെങ്കിൽ കർത്താവിന്റെ കാൽവറിയാഗം ആവശ്യമാണ്. ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുക എന്നതായിരിക്കുന്ന ആശയം വേണ്ട എന്നാണ് C.H. ഡോഡ്, വലിയ പണ്ഡിതനാണെങ്കിലും അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഒരു ആശയമാണ് അത്. എന്നാൽ പഴയ നിയമത്തിലെ കിപ്പർ എന്ന് പറഞ്ഞതായിരിക്കുന്ന വാക്കിന്
കോപശമനം എന്ന അർത്ഥമാണ് പ്രാഥമികമായിട്ടുള്ളത് എന്ന് വേദപണ്ഡിതന്മാരെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഡോക്ടർ മോറിസ്, ജിയോൺ മോറിസ്, ഡോക്ടർ റോജർ നിക്കോൾ മുതലായിരിക്കുന്ന പ്രശസ്തരായിരിക്കുന്ന ഗ്രീക്ക് ഭാഷാ പണ്ഡിതന്മാരൊക്കെ അക്കാര്യം വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. യഹൂദ ചിന്താഗതിയുള്ള അത് ധാരാളം ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്കാണ്. മക്കാബേർ എന്ന് പറഞ്ഞ മുതലായ ഗ്രന്ഥങ്ങളിലൊക്കെ ക്രോധശമനം എന്ന ആശയം വളരെ വ്യക്തമാണ് ഈ വാക്കിന്. ഫൈലോ എന്ന് പറഞ്ഞതായിരിക്കും ജോസീഫസ് മുതലായവരുടെ എഴുത്തുകളിലും ദൈവ ക്രോധശമനം എന്ന ആശയമാണ് അവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പഴയ നിയമത്തിലെ മനുഷ്യന്റെ കോപത്തെ ശമിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ദൈവകോപത്തെ ശമിപ്പിക്കുന്നതിനും കിപ്പർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഏശാവിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ യാക്കോബ് ദാനങ്ങൾ ഉപയോഗിച്ചു, അതായിട്ട് നാം കാണുന്നുണ്ട്. രാജാവിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ സമ്മാനങ്ങൾ ഉപയോഗിച്ചതായിട്ട് പഴയ നിയമത്തിൽ എടുത്തുകൊണ്ടല്ലോ. അഹ്റോനും ഫീനഹാസും അങ്ങനെയൊക്കെ പല കാര്യങ്ങളെ ക്രോധശമനത്തിന് വേണ്ടി ചെയ്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32:20 അതിലൊക്കെ അത് കാണാം. സംഖ്യാപുസ്തകം 16:41 മുതൽ 50 വരെയുള്ള വേദഭാവമൊക്കെ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ദൈവക്രോധത്തെ ശമിപ്പിക്കാതെ മനുഷ്യന്റെ രക്ഷ സാധ്യമല്ല. ദൈവം മനുഷ്യന്റെ പാപിയായ മനുഷ്യന് നേരെ കോപിച്ചിരിക്കുമ്പോൾ ആ കോപത്തെ ശമിപ്പിക്കാതെ പാപിയായ മനുഷ്യനെ ദൈവം അംഗീകരിക്കുക, സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പുതിയ നിയമത്തിലും വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു ആശയമാണ് ദൈവക്രോധം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം, ഈ വാക്യങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കോപം എന്ന ആശയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ പാപത്തിന് നേരെ ദൈവം കോപിഷ്ഠനാണെന്ന പ്രസ്താവനയിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി ആ കോപത്തിന്റെ ശമനം അനിവാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം പാപത്തിന് നേരെ കോപിക്കുന്നു എന്നുള്ള ആശയം വളരെ വ്യക്തമായിരിക്കയാൽ ആ കോപത്തെ ശമിപ്പിക്കാതെ പാപിയെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ എന്ന പ്രസ്താവന. അതായത് ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ പുത്രന്റെ രക്തം തന്നെ ആവശ്യമായി വന്നു, അല്ലാതെ അതിനെ ശമിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഹിലാസ്റ്റേരിയോൻ എന്ന വാക്കിന് കൃപാസനം എന്നാണ് അർത്ഥം. ഈ കൃപാസനത്തെ എല്ലാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപ പ്രാപിക്കാനായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലം എന്ന ആശയം മാത്രമല്ല, അത് ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുന്നതായ അല്ലെ ശമിപ്പിച്ചതായിരിക്കുന്ന ഒന്നാണ്. എന്താണ് കൃപാസനത്തിന്റെ പ്രത്യേകത? പഴയതും വായിച്ചറിയാം. കൃപാസനം എന്ന് പറയുന്നത് ഒരു സ്വർണം പൊതിഞ്ഞതായിരിക്കുന്ന ഒരു ചെറിയ പെട്ടിയാണ്. ആ പെട്ടിയുടെ മുകളില് കെരൂബുകളുണ്ട്. കെരൂബുകള് ചിറക് വിടർത്തി അതിനെ അങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതായിരിക്കുന്നതാണ്. ഈ പെട്ടിക്കകത്ത് എന്താ ഉള്ളത്? 3 വസ്തുക്കളാ ഉള്ളത്. അത് ഒന്നുള്ളത് 10 കൽപ്പന എഴുതിയ കൽപ്പലകയാണ്. എന്താ ഈ 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകയുടെ പ്രത്യേകത? മനുഷ്യവർഗത്തിന്റെ നേരെ ദൈവം കോപിക്കുവാനുള്ളതായിരിക്കുന്ന മനുഷ്യന്റെ പാപങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. 10 കൽപ്പനകളായിട്ട് എഴുതിയിട്ടുണ്ട്. ആ 10 കൽപ്പന ലംഘിച്ചതായിരിക്കുന്ന മനുഷ്യനാണ്. ദൈവം പറഞ്ഞു, ഈ കൽപ്പനകളെല്ലാം മഹാപാപ പരിഹാര ബലിയുടെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന കൃപാസനത്തിന്റെ അകത്ത് കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞു. പറഞ്ഞ രക്തത്താൽ തളിക്കപ്പെട്ട് രക്തത്താൽ മൂടപ്പെട്ട് ആ കൽപ്പനാലംഘനങ്ങൾ അവിടെ വെച്ചിരിക്കുകയാണ്. വേറൊന്നെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് മന്നയാണ്. ദൈവം 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് മന്ന ഇട്ട് കൊടുത്തു. മനുഷ്യൻ അതിനോട് നന്ദികൾ കാണിച്ചു. ഏറ്റവും ഈ അർത്ഥമില്ലാത്ത ഭക്ഷണം ഞങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചു. ഇതെന്തിനാണെന്ന് ചോദിച്ചു. അവരതിന് പകരം ഇറച്ചി വേണമെന്ന് പറഞ്ഞു, മീൻ വേണമെന്ന് പറഞ്ഞു, വെള്ളുള്ളിയുണ്ട്, ചിറ്റുള്ളിയുണ്ട് എന്നൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ആ മന്നയും ഒരു പാത്രത്തിൽ ഇട്ട് അതിൽ വെച്ചേക്കാൻ പറഞ്ഞു. മനുഷ്യന്റെ നന്ദികേട്. അപ്പൊ മനുഷ്യന്റെ കൽപ്പനാലംഘനങ്ങള്, മനുഷ്യന്റെ നന്ദികേട്. പിന്നെ മൂന്നാമത് അവിടെ വെച്ചിരുന്നത് അഹരോന്റെ തകർത്തപടിയാണ്. ദൈവം മോശയ്ക്കും അഹരോനും എതിരായിട്ട് ഒരു പിറുപിറുത്തു. ദൈവം അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഒരു മാത്രമേ ഉള്ളൂ. അപ്പോ ദൈവം പറഞ്ഞു, ശരി, ഓരോ ഗോത്രം എടുക്കാൻ പറഞ്ഞു, ഓരോ വടി. അത് ദൈവസന്നിധി കൊണ്ട് വെക്കാൻ പറഞ്ഞു. ആരുടെ വടിയാണോ തകർക്കുന്നത്? ലേവ്യ ഗോത്രത്തിന് വേണ്ടി അഹരോന്റെ വടിയാണ് വെച്ചിരുന്നത്. അപ്പോ അധികാരത്തോടുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ മറുതലിപ്പാണ്. ദൈവം പറഞ്ഞു, ആ പാപവും കൃപാസനത്തിൽ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ കോപം ഇസ്രായേൽ മക്കൾക്ക് നേരെ കാണിച്ചതായിരിക്കുന്ന 3 പ്രധാന സാഹചര്യങ്ങളാണ്. 1, അവർ കൽപ്പനകൾ ലംഘിച്ചു. 2, അവർ നന്ദികേട് കാണിച്ചു ദൈവത്തോട്. 3ാമത് ദൈവം ആക്കി വെച്ചിരിക്കുന്നതായിരിക്കുന്ന അധികാരത്തോട് അവർ മറുതലിച്ചു. അപ്പോ ഈ പാപങ്ങളെല്ലാം കൃപാസനത്തിന് താഴെ വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യനെ ദഹിപ്പിച്ച് കളയും.
അപ്പൊ കൃപാസനം എന്ന് പറയുന്നത് കേവലം നമ്മുടെയൊക്കെ കൃപ ലഭിക്കാനായിട്ട് കടന്നു ചെല്ലുന്ന ഒരു സ്ഥലം മാത്രമല്ല. അതാണെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അവിടേക്ക് കടന്നു ചെല്ലുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് കവറിങ് അവിടെയാണ്. നമ്മുടെ പാപങ്ങളെ അവിടെയാണ് പരിഹരിക്കപ്പെട്ട് വെച്ചിരിക്കുന്നത്. പുത്രൻ തമ്പുരാൻ രക്തം ആ കൃപാസനത്തെങ്കിലാണുള്ളത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മോട് ദൈവം കോപിക്കാതെ വണ്ണം, നമ്മോട് ദൈവം കരുണ കാണിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൃപാസനത്തെങ്കിലാണ് തളിക്കപ്പെട്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ആശയമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, എബ്രായ ലേഖനം 9:5 ഞാൻ പറഞ്ഞതുപോലെ ഈ കൃപാസനം എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷ ഹിലാസ്റ്റോരിയൻ, പാപ പ്രായശ്ചിത്തം എന്നുള്ളതായിരിക്കുന്ന ആ വാക്ക് തന്നെയാണ്. പഴയ നിയമ ആരാധനാ ക്രമീകരണത്തിൽ കൃപാസനം ഇസ്രായേലിന്റെ നേരെയുള്ള ദൈവക്രോധത്തെ ശമിപ്പിക്കുന്ന ഇടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ആരാധന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ഇസ്രായേൽ ജനതയുടെ പാപത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി മഹാപാപ പരിഹാര ബലി അർപ്പിച്ചിട്ട് ആ മൃഗത്തിന്റെ രക്തവുമായിട്ട് താന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകും. അത് താൻ കടന്നു പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് തന്റെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തമായിട്ട് ഒരു മൃഗത്തെ യാഗം കഴിക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഒരു മൃഗത്തെ യാഗം കഴിച്ച മൃഗത്തിന്റെ രക്തവുമായിട്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് കൃപാസനത്തിൽ ആ രക്തം തെളിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വർഷത്തേക്കുള്ളത് ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട്. അതാണ് ഇസ്രായേലിന്റെ ജീവിതത്തിലെ, യഹൂദന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ഈ മഹാപാപ പരിഹാര ബലി അർപ്പിക്കുന്നതായിരിക്കുന്ന ആ ഒരു കിപ്പോർ എന്ന് പറയും ആ ഉത്സവത്തിന്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കോപശമനത്തിനുള്ള യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ അടങ്ങിയിട്ടുള്ള 3 പ്രധാന സത്യങ്ങളെ കുറിച്ച് ജോൺ സ്റ്റോട്ട് എന്ന് പറഞ്ഞ വേദപണ്ഡിതൻ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. താനെ പറയുന്നത്, ഒന്നാമത് കോപശമനം ആവശ്യമായിരിക്കുന്നത് പാപം ദൈവകോപത്തെ ജ്വലിപ്പിക്കുന്നത് കൊണ്ടാണ്. അതാണ് പാപം എന്ന് പറയുന്നത്, ദൈവകോപത്തെ ജ്വലിപ്പിക്കുന്നതാണ്. ദൈവത്തിന് ഒട്ടും സഹിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു തിന്മയാണ് ഈ പാപം എന്ന് പറയുന്നത്. ദൈവ സ്വഭാവത്തിനും ദൈവ കൽപ്പനകൾക്കും ദൈവത്തിന്റെ ഹിതത്തിനും എതിരായി മനുഷ്യൻ ചെയ്യുന്നതായിരിക്കുന്ന അധർമ്മ പ്രവൃത്തികൾ ദൈവം അതെങ്ങനെ സഹിക്കും? അപ്പോ ഒന്നാമത് കോപശമനം ആവശ്യമായിരിക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സ്വഭാവത്തിനെതിരെ, ദൈവത്തിന്റെ സ്വഭാവത്തിനെതിരെ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികൾ, അത് നിമിത്തം ദൈവം മനുഷ്യന്റെ പാപത്തിനെതിരെ തന്റെ കോപത്തെ ജ്വലിപ്പിക്കുന്നു. നീതിമാനും വിശുദ്ധനുമായ ദൈവം പാപത്തിനെതിരെ പ്രതികരിക്കുന്നത് പാപിയായ മനുഷ്യൻ പ്രതികരിക്കുന്നത് പോലെയല്ല. പാപത്തിന്റെ നേരെയുള്ള ദൈവത്തിന്റെ പ്രതികരണം എപ്പോഴും ഒരുപോലെയാണ്. ചെറിയ പാപമായാലും വലിയ പാപമായാലും ദൈവം അതിനെതിരെ പ്രതികരിക്കുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തതിലേ പ്രതികരിക്കും, ചെറിയ കുറ്റങ്ങളൊന്നുമല്ല. അങ്ങനെയല്ല ദൈവം, അങ്ങനെയല്ല. ദൈവം നീതിമാനായതുകൊണ്ട് നീതിമാനായ ദൈവത്തിന്റെ നീതിക്കെതിരെ, ദൈവത്തിന്റെ സ്നേഹത്തിനെതിരെ, ദൈവത്തിന്റെ പ്രമാണത്തിനെതിരെ, ദൈവത്തിന്റെ സ്വഭാവത്തിനെതിരെ, ദൈവത്തിന്റെ ഇച്ഛയ്ക്കെതിരെ മനുഷ്യൻ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികൾ എല്ലാം വളരെ വലിയ പ്രവൃത്തികളാണ്, ചെറിയ പ്രവൃത്തികളല്ല. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതുപോലെ ഒരു ദരിദ്രനായ ഒരു ഭിക്ഷക്കാരന്റെ മുഖത്തൊരു മനുഷ്യൻ തുപ്പിയാൽ ഭിക്ഷക്കാരൻ ഒരുപക്ഷെ തനിക്ക് അശക്തനായതുകൊണ്ടും തനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും അത് ഒരുപക്ഷെ തുടച്ചു കളഞ്ഞിട്ട് താൻ മുന്നോട്ട് പോകും. എന്നാൽ അതൊരു പോലീസ് ഓഫീസറുടെ മുഖത്താണ് തുപ്പിയെങ്കിൽ കാര്യം കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഇരിക്കും, അതിന്റെ ഫലം അനുഭവിക്കും. എന്നാൽ വിചാരിക്കുക, ഒരു രാജ്യത്തിന്റെ പരമാധികാരിയായിരിക്കുന്ന പ്രസിഡന്റ്, പ്രധാനമന്ത്രി മുതലായിരിക്കുന്ന ആരുടെയെങ്കിലും മുഖത്താണ് മനുഷ്യൻ തുപ്പിയെങ്കിൽ പിന്നെ അവന്റെ കാര്യം പറയാനുണ്ടോ? നമ്മളെ ചെയ്യുന്നതായിരിക്കുന്ന തെറ്റുകൾക്ക് ദൈവത്തിന്റെ മുഖത്ത് തുപ്പുന്നതായിരിക്കും തെറ്റുകളാണ്. അല്ലെങ്കിൽ കല്ലെടുത്തെറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വലിയ പാറകഷ്ണങ്ങൾ കൊണ്ട് എറിഞ്ഞെങ്കിൽ ദൈവം കോപിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ മുഖത്ത് തുപ്പുന്ന തുപ്പല് അത് വളരെ നീചമായിരിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ കൽപ്പനകൾക്കും ആജ്ഞകൾക്കും ദൈവത്തിന്റെ ഹിതങ്ങൾക്കും എതിരായിട്ട് മനുഷ്യൻ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ കല്ലെടുത്ത് ദൈവത്തെ എറിയുന്നത് പോലെയാണ്, ദൈവത്തിന്റെ മുഖത്ത് തുപ്പുന്നത് പോലെയാണ്. മോശ മിര്യാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. മിര്യാമിന് കുഷ്ഠരോഗിയായപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയാൽ അവൾ ഒരാഴ്ച ലജ്ജിച്ചിരിക്കുകയില്ല എന്നാണ്. മുഖത്ത് തുപ്പുക എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ മുഖത്ത് തുപ്പുന്നതാണ് മനുഷ്യന്റെ പാപപ്രവർത്തികൾ. അപ്പൊ അതിന് പരിഹാരം വരുത്തുക എന്ന് പറയുന്നത് സ്വയം സോറി എന്ന് പറഞ്ഞാൽ അങ്ങ് തീരുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല. അതിനെ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന പ്രമാണം എന്ന് പറയുന്നത്
പാപരഹിതനായിരിക്കുന്ന ഒരാളുടെ എന്നല്ല, ദൈവത്തിന്റെ പുത്രന്റെ രക്തം തന്നെ അതിനുവേണ്ടി ചൊരിയേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, വിജാതി മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോപശമനത്തിനുള്ള യാഗം മനുഷ്യനല്ല, ദൈവം തന്നെയാണ് അർപ്പിക്കുന്നത്. വിജാതി മതങ്ങളിലെല്ലാം മനുഷ്യനാണ് കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നത്. എന്തിന് മൃഗങ്ങളെ യാഗം കഴിക്കുന്നവരായാലും അല്ലാതെ എന്തെങ്കിലും യാഗം കഴിക്കുന്നവരായാലും മനുഷ്യനാണ് യാഗം കഴിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ പ്രമാണത്തിൽ മനുഷ്യൻ കഴിക്കുന്ന യാഗങ്ങൾക്കൊന്നും ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യൻ കഴിക്കുന്നതായിരിക്കുന്ന പാപങ്ങൾക്ക് എങ്ങനെയാണ് കോപത്തെ ശമിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്? ഒരിക്കലും കഴിയില്ല. അത് പാപമില്ലാത്തതായിരിക്കുന്ന ഒരാള് പാപിയായ മനുഷ്യന് പകരമായിട്ട് യാഗം കഴിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ കാരണം പാപിയായ മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും പാപത്താൽ കളങ്കം ഉള്ളതാണ്. പാപത്തിന് പരിഹാരം വരുത്താതെ നമുക്ക് സാധിക്കില്ല. പലപ്പോഴും ഉപയോഗിക്കാറുള്ളതായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്, ഇലസ്ട്രേഷനാണ്. കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, സജീവമായിരിക്കുന്ന കൃഷ്ണൻ കരങ്ങളിലെ അവരുടെ വിരലുകളൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും വിലയേറിയതായിരിക്കുന്ന, ഏറ്റവും നല്ലതായിരിക്കുന്ന, ഏറ്റവും നല്ല ബേക്കറിൽ ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു ലഡു അത് വാങ്ങിച്ച് നമ്മളുള്ളതായിരിക്കുന്ന, താൻ ചെയ്തതായിരിക്കുന്ന ഒരു കുറ്റത്തിന് പകരമായിട്ട് നമുക്ക് കൊണ്ട് തന്ന നാം അത് സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ട് സ്വീകരിക്കില്ലെന്ന് ചോദിച്ചാൽ, കുഷ്ഠരോഗിയായിരിക്കുന്ന മനുഷ്യന്റെ കുഷ്ഠം നിറഞ്ഞതായിരിക്കുന്ന കരങ്ങൾ കൊണ്ട് നൽകുന്നതായിരിക്കുന്ന കാര്യം എത്ര നല്ലതും എത്ര വിലയേറിയതാണെങ്കിലും ആ വിലയേറിയ പ്രവൃത്തിയെ അത് അർപ്പിക്കുന്നതായിരിക്കുന്ന ആളിന്റെ കരങ്ങൾ അശുദ്ധമാകും. അതുകൊണ്ട് ഭാവിയായിരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ പാപത്തിന് വേണ്ടി ഒരു യാഗം അർപ്പിച്ചാൽ മനുഷ്യൻ തൊട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ യാഗം അശുദ്ധമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമാണ് ഉദ്ദേശമെങ്കിൽ താൽക്കാലിക ശമനമാണെങ്കിൽ വേറൊരു വിഷയം. അങ്ങനെയല്ല. പഴയ നിയമത്തിലെ യാഗങ്ങൾ ഒന്നും തന്നെ പാപശമനത്തിനുള്ള യാഗങ്ങളായിരുന്നില്ല. അതുകൊണ്ടൊന്നും പാപപരിഹാരം വന്നില്ല. പരാജയം പറയുന്നുണ്ട്, യഹൂദന്റെ യാഗശാലയിൽ അർപ്പിച്ച ആയിരക്കണക്കിന് മൃഗങ്ങളുടെ രക്തത്തിന് പാപങ്ങളെ മോചിക്കുവാൻ കഴിയില്ല. കാളന്മാരുടെയും ആടുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ മോചിക്കുവാൻ കഴിയില്ല. പിന്നെ വരാൻ പോകുന്നതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തച്ചൊരിച്ചിലിന്റെ ഒരു പ്രതീകമായി മാത്രം അതിരിക്കുന്നത് കൊണ്ട് ദൈവം ആ പ്രതീകത്തെ അതിന്റെ പിന്നിലുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാളയെ ഇറക്കുമ്പോ, ഒരു ആടിനെ ഇറക്കുമ്പോ അത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗത്തിന്റെ ഒരു സൂചനയാണ് എന്ന നിലയിൽ ദൈവം അതിനെ അംഗീകരിക്കുന്നു. അത് അർപ്പിക്കുന്ന വ്യക്തിയുടെ നന്മ കൊണ്ടോ ഒന്നുമല്ല അത്. അതുകൊണ്ട് മനുഷ്യന്റെ യാഗങ്ങള് ഒരിക്കലും ദൈവത്തെ എന്റെ ക്രോധത്തെ ശമിപ്പിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതാണ് ഈ അന്യജാതിക്കാരുടെ യാഗങ്ങളും ദൈവവചനത്തിലെ യാഗവും തമ്മിൽ വ്യത്യാസം. വചനത്തിലെ ദൈവം അംഗീകരിക്കുന്ന യാഗം എന്ന് പറയുന്നത് അത് ദൈവം തന്നെ അർപ്പിക്കുന്നതായിരിക്കുന്ന യാഗമാണ്. രസകരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ ഒരു ആടിനെ ഒരാൾ കൊണ്ടുവന്ന് യാഗം കഴിക്കുമ്പോൾ ആ യാഗം കഴിക്കുന്നതായിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അവൻ പാപിയാണ്. എങ്കിലും ഈ ആട് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സൃഷ്ടിയല്ല, ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ ദാനമാണ്. ജീവൻ സൃഷ്ടിക്കുവാനായിട്ട് മനുഷ്യന് കഴിയില്ല. ഇപ്പോ ശാസ്ത്രമൊക്കെ വളർന്നപ്പോൾ ഒരുപക്ഷെ ആളുകൾ പറയും, ഇപ്പൊ സൃഷ്ടിക്കുന്നുണ്ടെന്നില്ല, ജീവൻ സൃഷ്ടിക്കാനായിട്ട് കഴിയില്ല. അവർ സൃഷ്ടിക്കുന്നതൊക്കെ ഏതെങ്കിലും ജീവൻ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ജീവനില്ലാത്തതായിരിക്കുന്ന ഒരു കല്ലെടുത്തിട്ട് അതിനെ ഒരു ആട്ടിൻകുട്ടിയാക്കി മാറ്റാനൊന്നും ശാസ്ത്രത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ശാസ്ത്രത്തെ വളർന്നാലും നിർജീവമായതൊന്നും ജീവൻ വരാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യന്റെ യാഗത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. അത് ദൈവം തന്റെ കരുണയിൽ മനുഷ്യർക്ക് വേണ്ടി നൽകിയ ആ ക്രമീകരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ലേവ്യാപുസ്തകം 17:11 പറയുന്നു. ആ പ്രസ്താവന പറയുന്നു. പക്ഷെ ആ പ്രസ്താവന എന്ന് പറയുന്നത് ദൈവം ഒരുക്കിയതായിരിക്കുന്ന യാഗപീഠത്തിൽ ദൈവം അയച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തം, അതാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് യഥാർത്ഥമായി അർപ്പിക്കപ്പെട്ടത്. മൂന്നാമത് ജോൺ സ്റ്റോട്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞ, കോപശമനത്തിനുള്ള യാഗം മൃഗങ്ങളോ വസ്തുക്കളോ അല്ല, പ്രത്യുത ഒരു വ്യക്തിയാണ്. കോപശമനത്തിന് ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടു കൊടുത്താൽ എങ്ങനെയാണ്? നമുക്ക് തന്നെ അന്നേ അറിയാമല്ലോ, ഒരു മനുഷ്യന് തന്റെ അയൽക്കാരന്റെ മകനെ കൊന്നതിന് ശേഷം ആ പിതാവിന്റെ കോപം ശമിപ്പിക്കാനായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടു കൊടുത്താൽ എങ്ങനെയാണ്? ഒരിക്കലും ആട്ടിൻകുട്ടി പകരമാവില്ല. ഒരാളിൽ 1000 ആട്ടിൻകുട്ടിയെ കൊടുത്താൽ പോലും പകരമാവില്ല. ദൈവത്തോടെ നാം ചെയ്തതായിരിക്കുന്ന പാപത്തിന് ദൈവമേ ഞാൻ ഒരു ആട്ടിൻകുട്ടി തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശമനമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആട്ടിൻകുട്ടിയെ ദൈവം അംഗീകരിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ആട്ടിൻകുട്ടി പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്താണ്. ആ യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
അല്ലാതെ ആട്ടിൻകുട്ടിയുടെ യാഗം കൊണ്ടല്ല. അപ്പോ ഒരു വ്യക്തി തന്നെ അതിന് വേണം. പഴയ ദൈവ യാഗങ്ങളുടെ പൂർത്തീകരണമായി ദൈവം തന്നെ മനുഷ്യന് വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ യാഗമായിട്ട് ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. വേറെ യാതൊരു മനുഷ്യന്റെയും യാഗമൊക്കെ ഇല്ല. ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞു. യാഗം കഴിക്കാൻ പറഞ്ഞത് മനുഷ്യർ ഇസ്ഹാക്കിനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, അതായത് പാപരിഹാരവുമായി ബന്ധപ്പെട്ടതല്ല. അബ്രഹാമിനോട് പറഞ്ഞത് അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നു, അബ്രഹാം ദൈവത്തിന്റെ കൽപ്പന മാനിക്കൂ എന്നറിയാൻ വേണ്ടിയാണ്. എങ്കിലും അവനെ യാഗം കഴിക്കാനായിട്ട് ദൈവം അനുവദിച്ചില്ല. കത്തി നീട്ടിയപ്പോ ദൈവം അബ്രഹാമെ ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ എന്നെ ഭയപ്പെടുന്നുവോ, നീ എന്നെ അറിയുന്നു എന്നാ പറയുന്നത്. നീ എന്നെ ഭയപ്പെടുന്നു. ദൈവം അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നുവോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിൽ അബ്രഹാം പാസ്സായി. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഇസ്ഹാക്കിനെ കൊന്നിരുന്നെങ്കിൽ സാധിക്കില്ല. കാരണം പാപിയായ ഒരു മനുഷ്യന്റെ രക്തമാണ് ഇവിടെ ചൊരിയപ്പെടുന്നത്. ഇസ്ഹാക്ക് വളരെ അനുസരണമുള്ള കുട്ടിയായിരുന്നെങ്കിലും പാപിയായ മനുഷ്യവർഗത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിന് സാധിക്കുമായിരുന്നില്ല. അപ്പൊ ചിലരെ പറയുന്നത് പോലെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കോപവും പരസ്പര വിരുദ്ധമുള്ള ആശയങ്ങളാണെന്നുള്ളത് തെറ്റാണ്. രണ്ടും പരസ്പര വിരുദ്ധമല്ല, പരപൂർവങ്ങളായിരിക്കുന്ന ആശയങ്ങൾ തന്നെയാണ്. ദൈവ ക്രോധത്തിന് ശമനം വരുത്തി മനുഷ്യന്റെ രക്ഷ സാധിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രനെ തന്നെ യാഗമായിട്ട് അർപ്പിക്കുവാനായിട്ടാണ് ദൈവം തീരുമാനിച്ചത്. അത് കുറഞ്ഞ ഒന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. ഒരു മനുഷ്യൻ മറ്റൊരുത്തനോട് കോപിക്കുമ്പോൾ സ്നേഹം ഇല്ലാത്തതായിരിക്കുന്ന ഒരു ഭാഗമാണല്ലോ കോപിക്കുക എന്ന് പറയുന്നത്. എന്നാല് ആ കോപത്തെ ശമിപ്പിക്കുവാനായിട്ടൊരു സോറി പറഞ്ഞാൽ മതി. പക്ഷെ ദൈവത്തോട് മനുഷ്യൻ കോപിക്കുകയും ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിക്കുകയും ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ ആജ്ഞയെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു സോറി പറഞ്ഞാൽ തീരുന്നതല്ല. കാരണം ദൈവത്തിന്റെ പരമാധികാരത്തെയും ദൈവത്തിന്റെ അസ്തിത്വത്തെയും ചോദ്യം ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിന് ദൈവം ഞാൻ എന്ത് ചെയ്താൽ പ്രസാദിക്കും ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. പാപമില്ലാത്തതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ രക്തം പാപപരിഹാരമായിട്ട് ചൊരിഞ്ഞാൽ, അങ്ങനെ ഒരു വ്യക്തിയുടെ രക്തം ചൊരിഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഒരു വ്യക്തിക്ക് മാത്രമല്ലേ പകരമാവും. അങ്ങനെ ഒരു വ്യക്തിയെ ലോകത്ത് കണ്ടെടുക്കുവാനായിട്ടും ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ തന്നെ അതിന് പരിഹാരം വരുത്താൻ, നിങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് കഴിയുകയില്ല. ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരമായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയാണ് ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാനായിട്ട്. വാസ്തവത്തിൽ ദൈവത്തിന്റെ കോപത്തെ ആരാ ശമിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ച ദൈവം തന്നെയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ആരാണ്? അവൻ മനുഷ്യനാണെന്നുള്ള ശരിയാണെങ്കിൽ അവൻ സാക്ഷാത് ദൈവമാണ്. അപ്പോ ദൈവം മനുഷ്യനായി തീർന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ആണ് പിതാവിന്റെ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചത്. വേറെ ഒരു മനുഷ്യനും അത് ശമിപ്പിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതിനുവേണ്ടി ഒന്നും ചെയ്യുവാനും സാധിക്കില്ല. മനുഷ്യൻ ചെയ്യുന്നതായിരിക്കും നല്ല നല്ല പ്രവൃത്തികളൊക്കെ വിചാരിക്കും. മനുഷ്യന്റെ ഉപവാസമോ പ്രാർത്ഥനയോ മനുഷ്യന്റെ ദാനധർമ്മങ്ങളോ സാധുക്കളെ മനുഷ്യൻ തീറ്റിപ്പോറ്റുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായിരിക്കുന്ന അനേകം നല്ല കർമ്മങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്നതൊക്കെ നല്ല പ്രവൃത്തികളാണ്. അതിനെയൊന്നും ചീത്ത പ്രവൃത്തിയായിട്ട് ദൈവം അംഗീകരിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാനോ മനുഷ്യന്റെ പാപപ്രശ്നത്തെ ശമിപ്പിക്കുവാനോ പര്യാപ്തമായ പ്രവൃത്തികളായിട്ട് ദൈവം അത് കാണിക്കുന്നില്ല, ഒരിക്കലും കാണുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദൈവം തന്നെ നമ്മുടെ അസാധ്യതയെ ദൈവം മനസ്സിലാക്കി. മനുഷ്യൻ വിചാരിച്ചാൽ മനുഷ്യന്റെ പാപപ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുകയില്ല. മനുഷ്യൻ എത്ര ആത്മാർത്ഥമായി വിചാരിച്ചാലും ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. അതിന് ദൈവം പറഞ്ഞു, ഞാൻ തന്നെ പരിഹാരം ഉണ്ടാക്കിയെങ്കിലും സാധിക്കൂ. ദൈവം താൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി. അതാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു കാൽവറിലെ ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത്. അപ്പൊ അത് അതിപ്രധാനമായിരിക്കുന്ന ഒരു സത്യമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപപരിഹാരത്തിനുള്ള മാർഗമാണ് എന്ന് പറയുമ്പോൾ അത് നാം പൂർണ്ണമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞാൽ നാം അത് മനസ്സിലാക്കിയെങ്കിലും ഒക്കൂ. ദൈവത്തോട് നാം എത്ര നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ്. നാലാമത് യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം പാപിയെ വീണ്ടെടുക്കുവാനുള്ള യാഗമാണ്. റെഡീം മാൻ, റിഡംഷൻ എന്ന് പറയുന്ന ഒരു ആശയം. ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ സാക്രിഫൈസ് ടു റെഡീം മാൻ. അപ്പൊ വളരെ വിശാലമായ അർത്ഥത്തിൽ ഇക്കാലത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. വിടുതൽ, രക്ഷ എന്നീ വാക്കുകളുടെ പര്യായം എന്ന വണ്ണമാണ് ഇന്ന് പലരും ഈ വാക്കിനെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വിധത്തിലുള്ള വിശാലമായിരിക്കുന്ന ഉപയോഗം ഈ ബൈബിൾ എഴുതിയതായിരിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. ബൈബിൾ എഴുതിയ കാലഘട്ടങ്ങൾ ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള വിടുതലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാക്കായിരുന്നു. ഇക്കാലത്ത് വിമോചനം, വീണ്ടെടുപ്പ് എന്നീ വാക്കുകൾക്ക് മതപരമായ ധ്വനിയാണുള്ളത്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ മതനിരപേക്ഷമായ ഒരർത്ഥമാണ് ഈ വാക്കിനുണ്ടായിരുന്നത് എന്ന് കാണാം. പഴയ നിയമത്തിൽ ഗാൾ, ഡാഹ, കോഫർ,
ഇങ്ങനെ 3 വാക്കുകൾ പര്യായ പദങ്ങളായിട്ട് ഉണ്ട്, ഡെറിവേറ്റീവ്സ് ഉണ്ട്. വീണ്ടെടുപ്പ് എന്നാണ് ഇവയെല്ലാം പരിഭാഷ ചെയ്തിട്ടുള്ളത്. ഇതിൽ ആൾ കുടുംബ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ്. അവിടെ വീണ്ടെടുപ്പുകാരൻ എന്നത് ഈ വാക്കിന്റെ വേറൊരു രൂപമാണ്. നമുക്കറിയാം, ബോവസ് എസ്തറിന്റെ പുസ്തകം, പിന്നെ രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ ബോവസിനെ എലിമലേക്കിന്റെ ഒരു വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നു. ഇതിന്റെ കുടുംബത്തിലുള്ള ഒരാളാണ്. അന്യനായ ഒരാൾക്ക് സ്ഥാനം ആകാൻ സാധ്യമല്ല. അപ്പോൾ ബോവസ് എലിമലേക്കിന്റെ കുടുംബസ്വത്ത് വീണ്ടെടുക്കുകയും രൂത്തിനെ വിവാഹം കഴിച്ച് പോയവന് സന്തതി ജനിപ്പിക്കുകയും ചെയ്തത് വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിലാണ്. അതിന് താൻ അർഹനായ തന്റെ ഔദാര്യം കൊണ്ടല്ല. താൻ മനസ്സുകൊണ്ട് തനിക്ക് ഔദാര്യം ഉണ്ട് എന്നുള്ളത്, താൻ തന്റെ എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. വീണ്ടെടുപ്പുകാരൻ എന്ന സ്ഥാനത്തിന് തനിക്ക് യോഗ്യത വന്നത് താൻ ക്ലോസ് റിലേറ്റീവ് ആണ്, തന്റെ ഒരു കസിനാണ്, സഹോദരനാണ് എന്ന നിലയിലാണ്. അപ്പോൾ ആ നിലയിൽ ഒരാൾക്ക് മാത്രമേ വീണ്ടെടുപ്പുകാരനായിട്ട് തീരുവാനായിട്ട് സാധിക്കൂ. അതിനെ വില കൊടുത്ത് വാങ്ങുക എന്നർത്ഥമാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ, ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന് 48-ാമത്തെ വാക്യത്തില്, 25-ാം അധ്യായത്തിന് 26-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 35-19 മുതലായ ഭാഗങ്ങളിലൊക്കെ ഈ വീണ്ടെടുപ്പ്, പഴയ നിയമത്തിലെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സെപ്റ്റ്യൂജന്റിലെ ഈ വാക്കിന് ലുട്രോൺ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കിന്റെ അർത്ഥം വില കൊടുത്ത് വീണ്ടെടുക്കുക എന്ന ആശയമാണുള്ളത്. വില കൊടുത്ത് വീണ്ടെടുക്കുക. യഹോവ ഇസ്രായേലിനെ എന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന ആശയം പഴയ നിയമത്തിലെ പ്രമുഖമായ ഒരു ആശയമാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, സങ്കീർത്തനങ്ങൾ 74-ന്റെ 2, 107-ാം സങ്കീർത്തനം 2-ാം വാക്യം, യെശയ്യാപുസ്തകം 43-ന്റെ 1, 48-ന്റെ 20 ഈ വാക്യങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നിങ്ങളിതൊക്കെ വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അവിടെയെല്ലാം ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാണ് യഹോവ എന്നതായിരിക്കുന്ന ആശയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഹോവ തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നത് ശക്തിയുള്ള വലം കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടുമാണ്. 177-ാം സങ്കീർത്തനത്തിന്റെ 14-15 നീട്ടിയ ഭുജം കൊണ്ടും ശക്തിയുള്ളതിന്റെ വലം കൈ കൊണ്ടും ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പും അതുപോലെ തന്നെ അവരുടെ രക്ഷയെപ്പറ്റി പറയുമ്പോഴും അങ്ങനെയാണ്. നീട്ടിയ കരങ്ങൾ കൊണ്ട് നീ അവരെ വീണ്ടെടുത്തു എന്നാണ്. അപ്പോ അതാണ് ഈ ഒന്നാമത്തെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഗാൾ എന്ന വാക്കിന് മറ്റൊരു വാക്കാണ് പഡാഹ് എന്നതായിരിക്കുന്ന വാക്ക്. അതിനെ ഒരു കുടുംബ പശ്ചാത്തലമില്ല. ഗാളിനുള്ളതുപോലെ ഒരു കുടുംബ പശ്ചാത്തലമില്ല. പഡാഹ് പൊതുവെ വാണിജ്യപരമായ ഒരു കൈമാറ്റത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. മൃഗത്തിന്റെയോ മനുഷ്യന്റെയോ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കുന്നതിന് ഈ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കഴുതയുടെ കുട്ടിയെ, ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. കടിഞ്ഞൂൽപുത്രന്മാരെ വീണ്ടെടുക്കുവാൻ വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെയാണ്. ആദ്യം ജനിക്കുന്നതായിരിക്കുന്ന മകനെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അവൻ മരിക്കണം എന്നുള്ളതാണ്. വീണ്ടെടുക്കപ്പെടാത്തവർ മരിക്കണം. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വീണ്ടെടുപ്പ് വില, അരശേക്കൽ വെള്ളി വീണ്ടെടുപ്പ് വിലയായിട്ട് കൊടുക്കണം. അത് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നതായിരിക്കും ഒരു പ്രമാണമാണ്. വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടിമകളുടെ വീണ്ടെടുപ്പിനെ കുറിക്കുവാനും ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുറപ്പാട് ദിവസം 21-ന്റെ 8, ലേവ്യ 19-ന്റെ 20 ഈ വാക്യങ്ങൾക്ക് ദൈവം ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നതിന് ഈ വീണ്ടെടുപ്പ് വില ആവശ്യപ്പെട്ടു. ഈ വീണ്ടെടുപ്പിൽ കൃപയെന്ന ആശയമുണ്ട്. കാരണം അടിമകളെ വീണ്ടെടുക്കുവാനുള്ള കടപ്പാടില്ലല്ലോ. ഒരടിമയെ വീണ്ടെടുക്കുവാനുള്ള കടപ്പാടില്ല. അപ്പോൾ ഒരാൾ അടിമയെ വീണ്ടെടുക്കുന്നുവെങ്കിൽ അത് തന്റെ കൃപ കൊണ്ട് മാത്രമാണ് വീണ്ടെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് മരണത്തിൽ നിന്നും, ആപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന് യാതൊരു കടപ്പാടുമില്ല. എന്നാൽ നമ്മെ അവൻ വീണ്ടെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവകരുണയുടെ, ദൈവകൃപയുടെ ഏറ്റവും വലിയ പ്രകടനമായിട്ടാണ് ഇരിക്കുന്നത്. 130-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തില് എല്ലാ ഉപയോഗങ്ങളും പരിശോധിക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന പ്രധാന ആശയം ചിലവ് ചെയ്ത് വീണ്ടും പിടിക്കുക എന്നാണെന്ന് കാണാം. ചിലവ് ചെയ്ത്, റാൻസം പ്രൈസ് എന്നാ പറയുന്നത്. ചിലവ് ചെയ്ത് വീണ്ടെടുക്കുക, അല്ലാതെ വെറുതെ ഒക്കുകയില്ല. മൂന്നാമത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് കോഫർ. ആ വാക്ക് എന്ന അർത്ഥം. ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ അവസരങ്ങളിലും വില കൊടുക്കുക എന്ന ആശയമുണ്ട്. വില കൊടുക്കുക. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളില് ഒരു കാള ഒരാളെ കുത്തിക്കൊന്നാൽ കാളയുടെ ഉടമസ്ഥൻ മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ മരണശിക്ഷയിൽ നിന്ന് തന്റെ ജീവനെ വീണ്ടെടുക്കുവാൻ താൻ കോഫർ നൽകേണ്ടതാണ്. അതുപോലെ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ അവന്റെ മധ്യ ബാധ ഉണ്ടാകാതിരിക്കുവാനായിട്ട് അവർ കോഫർ കൊടുക്കണം, വീണ്ടെടുപ്പ് വില കൊടുക്കണം. നമുക്കറിയാം, ദാവീദ് രാജാവ് തന്റെ സേനാധിപതിയോട്
പോയി ഇസ്രായേൽ മക്കളുടെ പട്ടാളത്തെ എണ്ണാൻ പറഞ്ഞു, ജനത്തെ എണ്ണാൻ പറഞ്ഞു, 20 വയസ്സിന് മേലുള്ള എല്ലാവരെയും എണ്ണാൻ പറഞ്ഞു. എൻ്റെ പട്ടാളം എത്ര വലുതാണ്, എനിക്ക് എത്ര യുദ്ധം ചെയ്യാൻ കഴിവുള്ളവര് ഉണ്ടാകണമെന്ന് യോവാബ് വളരെ കേണപേക്ഷിച്ചു. വേണ്ട ദാവീദേ, വേണ്ട. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എപ്പോ സെൻസസ് എടുത്താലും വീണ്ടെടുപ്പ് വില കൊടുത്തിട്ട് വേണം സെൻസസ് എടുക്കാനായിട്ട്. പക്ഷെ ദാവീദ് വീണ്ടെടുപ്പ് വില കൊടുക്കാതെ സെൻസസ് എടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് യോവാബ് അതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടത് ആവശ്യമായി വന്നു. നമുക്കറിയാം അതിന്റെ ഫലമായിട്ട് ഏതാണ്ട് 80,000-80,000 76,000 അത്രത്തോളം ആളുകളെ കൊല്ലപ്പെടുവാനായിട്ടിടയായി. കാരണം വീണ്ടെടുപ്പ് വില കൊടുക്കാതെ എണ്ണിയാൽ അവരെ മരിക്കണം എന്നുള്ള ദൈവത്തിന്റെ പ്രമാണമാണ്. അപ്പൊ ഈ കോഫർ എന്ന വാക്കിന് അങ്ങനെ പകരം കൊടുക്കുന്ന ഒരു മൂല്യം എന്ന ആശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സെപ്റ്റ്വജിന്റുകാരെ പഴയ നിയമം പരിഭാഷ ചെയ്തപ്പോ ഗ്രീക്കിലെ ലുട്രോൺ എന്ന വാക്ക്, പകരവില എന്ന വാക്കാണ് ഈ കോഫർ എന്നതിന് അവർ ഉപയോഗിച്ചത്. ഇപ്പോ പുതിയ നിയമത്തിൽ വീണ്ടെടുപ്പ് എന്നതിന് 3 അടിസ്ഥാന വാക്കുകളും അവരുടെ വിവിധ രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇതിൽ ഒന്നാമത്തെ വാക്ക് ലുട്രോൺ എന്നതാണ്. അതിന്റെ വ്യത്യസ്ത രൂപങ്ങളായ ലുട്രോ, ലുട്രോസിസ്, അപ്പോ ലുട്രോസിസ്, ആന്റി ലുട്രോൺ എന്നിങ്ങനെ അനേക വാക്കുകൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്കുകളുടെ അടിസ്ഥാന അർത്ഥം വില നൽകി വാങ്ങുക, രക്ഷിക്കുക എന്നാണ്. യേശുക്രിസ്തുവിന്റെ ജലധാരണ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. ഇവിടെ ഈ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രസ്താവനയിൽ മറുവില നൽകി അവരെ രക്ഷിക്കുക, അതാണ് അവൻ തന്റെ ജനത്തെ മറുവില നൽകി വീണ്ടെടുക്കാനിരിക്കുന്നത് കൊണ്ട്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അതാണ്. ലുട്രോൺ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീണ്ടെടുപ്പ് വില അനേകർക്ക് പകരമായിട്ടാണ് നൽകിയിട്ടുള്ളത്. സെപ്റ്റ്വജിന്റിൽ ഈ വാക്കിന് നൽകിയിട്ടുള്ള അർത്ഥം ഇത് തന്നെയാണ്. എന്നാൽ സെപ്റ്റ്വജിന്റിൽ വീണ്ടെടുപ്പ് പ്രധാനമായും ഭൗതിക തലത്തിലായിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ധാർമ്മിക തലത്തിലുള്ള വീണ്ടെടുപ്പാണ് വിഷയം. തീത്തോസ് 2:14, അതുപോലെ മർക്കോസ് 10:45, 1 പത്രോസ് 1:16, അവിടെയെല്ലാം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന വാക്ക് നമുക്ക് കാണാം. എബ്രായർ 9:12 വീണ്ടെടുപ്പ് ലുട്രോസ് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസിൽ അവൻ നമ്മെ വീണ്ടെടുത്തത് തന്റെ രക്തം കൊണ്ടാണ്. അപ്പൊ രക്തം നൽകി വീണ്ടെടുക്കുക എന്നതായിരിക്കുന്ന ആശയം പുതിയ നിയമത്തെ ഒരു വലിയ ആശയമാണ്. അപ്പൊ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്താലോ, അല്ലെങ്കിൽ കുമ്പസാരിച്ചാലോ, അല്ലെങ്കിൽ മാമോദിസ ഏറ്റാലോ, അല്ലെങ്കിൽ ഉപവാസം ഇരുന്നാലോ, പാവപ്പെട്ടവർക്ക് ചോറ് കൊടുത്താലോ, മല കയറിയാലോ, പുണ്യപ്രവൃത്തികൾ ചെയ്താലോ ഒന്നും രക്ഷ കിട്ടുകയില്ല. രക്ഷ എന്ന് പറഞ്ഞ ആശയത്തിൽ അതൊന്നും വരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വില കുറഞ്ഞത് കൊടുത്ത് രക്ഷിക്കപ്പെടുക, ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുക എന്ന് പറയുന്നതായിരിക്കും ഒരു ആശയമൊന്നും അതിലില്ല. തന്നെ ബൈബിളിന്റെ ഉപദേശപ്രകാരം അർത്ഥശൂന്യമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് അറിയില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ശ്രുതി പോകുമെന്ന് ചോദിച്ചാൽ പോകാതിരിക്കാൻ സാധ്യതയില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ ഞാനങ്ങനെ ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, പാപത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ യാതൊരു ആശയവും യാതൊരു വ്യക്തമായിരിക്കുന്ന ധാരണയും മനുഷ്യർക്കില്ല. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നത് എന്താ? ഞാൻ എന്നാൽ കഴിവത് സൽപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, സൽപ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള ആശയം എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയോ മനുഷ്യൻ അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ജാതികളുടെ മതങ്ങളിലൊക്കെ അങ്ങനെയുള്ളതായിരിക്കുന്ന ആശയങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ വേറൊരു വാക്കാണ് അഗോറാസോ എന്ന വാക്ക്. ഈ വാക്കിന്റെ വേറൊരു രൂപമാണ് എക്സ് അഗോറാസോ. വസ്തുക്കൾ, ആഹാര സാധനങ്ങൾ എന്നിവയുടെ ക്രയവിക്രയങ്ങളെ കാണിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണിത്. 24 പ്രാവശ്യം അതിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായി 13:44, ലൂക്കോസ് 9:13 മുതലായ ഭാഗങ്ങളില് വില കൊടുത്ത് വാങ്ങുക എന്ന അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 6 പ്രാവശ്യം ഈ വാക്ക് വില കൊടുത്ത് വാങ്ങുന്ന, വിശ്വാസികളെ വില കൊടുത്ത് വാങ്ങിയതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 6:19, 20, 7:22, 23, 2 പത്രോസ് 2:1, വെളിപ്പാട് 5:19, 14:34 ഈ വാക്യങ്ങൾ ഭാഗങ്ങളിലെല്ലാം വിശ്വാസികളെ വില കൊടുത്തു വാങ്ങി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ വിലയ്ക്ക് വാങ്ങിയെന്ന ആശയത്തെക്കാൾ വിലയ്ക്ക് വാങ്ങുക വഴി വിശ്വാസികൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു, അല്ലെങ്കിൽ സ്വത്തായി തീർന്നു എന്ന ആശയമാണ് അതിന് അടിസ്ഥാനം. ഞാനൊരു സാധനം വാങ്ങി എന്നുള്ളതിനേക്കാൾ ഞാനത് വാങ്ങിയത് കൊണ്ട് അത് എന്റേതായി തീർന്നു എന്ന ആശയമാണ് അടിവരയിട്ടുള്ളത്. ഞാൻ വാങ്ങിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് വാങ്ങിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? വാങ്ങിയത് കൊണ്ട് അത് എന്റേതായി തീർന്നു. മനുഷ്യനെ ആണെങ്കിൽ അത് എന്റെ അടിമയായി തീർന്നു, എന്റെ സ്വത്തായി തീർന്നു. അപ്പൊ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? നാം ദൈവത്തിന്റെ സ്വത്തായി തീർന്നു, നാം ദൈവത്തിന്റെ അടിമകളായി തീർന്നു, നാം ദൈവത്തിന്റെ വകയായി തീർന്നു. അത് ഒരു വലിയ ആശയമാണ്. ആശയം നാം പലപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ടോ
എന്നറിയില്ല. നാം അങ്ങനെ രക്ഷയെ കുറിച്ചൊക്കെ പറയാറുണ്ട്, കർത്താവ് നമ്മെ വീണ്ടെടുത്തു എന്ന് വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു വില കൊടുത്ത് നമ്മളെ വാങ്ങി, അപ്പൊ നമ്മളിന്ന് സ്വതന്ത്രരായി, ഇനിയിപ്പോ നമുക്ക് ഇഷ്ടം പോലെ നടക്കാം. അങ്ങനെ ഒരു ആശയമല്ല അതിലുള്ളത്. നാം അവന്റെ വകയായിട്ട് തീർന്നു, അവന്റെ ഇഷ്ടം ചെയ്യത്തക്കവണ്ണം അവന്റെ ദാസനായി തീർന്നു, അവന്റെ അടിമയായി തീർന്നു എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് ആ വാക്കിന്റെ പിന്നിലുള്ളത്. അത് വലിയ ആശയമാണ്, ചെറിയ ആശയമല്ല. അത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോ ഈ വാക്കുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാക്കുകളാണ്. മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നു എന്ന് മർക്കോസ് 10:45 പറഞ്ഞിട്ടുണ്ട്. അത് യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്കാണ്. അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനായിട്ട് വന്നിരിക്കുന്നു. പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന മനുഷ്യവർഗത്തിന്റെ ഒരു ചിത്രമാണ് കർത്താവിന്റെ വാക്കിലുള്ളത്. യേശുക്രിസ്തുവിന്റെ ജീവൻ മറുവിലയായി നൽകുന്നതിനാൽ മാത്രമേ ഈ അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തിന് രക്ഷ ലഭിക്കൂ എന്ന സത്യമാണ് കർത്താവ് ഈ വാക്കുകളിൽ കൂടെ വ്യക്തമാക്കുന്നത്. പൗലോസ് അപ്പോസ്തലനും ഇതേ ആശയം 1 തിമോഥെയോസ് 2:5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു, എല്ലാവർക്കും വേണ്ടി മറുവിലയായി. അപ്പോ മനുഷ്യവർഗത്തിന്റെ പകരക്കാരനായിട്ട് മറുവിലയായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അടിമയായി വിറ്റുപോയതായിരിക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും സ്വന്തമാക്കണമെങ്കിൽ ആ വില അതിന്റെ പൂർണ്ണ പലിശയോടുകൂടെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിനെ വിലയ്ക്ക് വാങ്ങാനൊക്കെ. കർത്താവ് യേശുക്രിസ്തു ചെയ്തതാണ്. സർവ്വലോകത്തിലുള്ള സകല മനുഷ്യരുടെയും മൂല്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയാലും കർത്താവിന്റെ ഒരു തുള്ളി രക്തത്തിന്റെ വിലയ്ക്ക് അത് തുല്യമാവുകയില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും മൂല്യത്തെ നമ്മൾ കണക്ക് കൂട്ടി അതിനെ കണക്ക് കൂട്ടിയെടുത്ത എന്നിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരി ചൊരിഞ്ഞതായിരിക്കുന്ന മുഴുവൻ രക്തം വേണ്ടതിലെ ഒരു തുള്ളി രക്തം എടുത്താൽ ആ രക്തത്തിന് ഈ മനുഷ്യവർഗത്തെ മുഴുവനും വീണ്ടെടുക്കുവാനുള്ളതായിരിക്കുന്ന മൂല്യമുണ്ട്. എന്നാൽ കർത്താവ് കേവലം ഒരു തുള്ളി രക്തം കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തത്, പിന്നെയോ താൻ മുഴുവൻ രക്തം കൊണ്ടാണ്. അതിന് കാരണം എന്ന് പറയുന്നത് രക്തത്തിന്റെ അളവല്ല, രക്തം ചൊരിഞ്ഞ് ജീവൻ പോകണമെന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മരണത്തിന് പകരം മരണം എന്നുള്ളതായിരിക്കും ഒരു ആശയമുണ്ട്. അതുകൊണ്ട് ഈ രക്തം ചൊരിയുന്നതായിരിക്കുന്ന പ്രക്രിയയിൽ ആള് പകരമായി മരിക്കേണ്ടത് ആവശ്യമാണ്. മരിച്ച ഭാവിയെ രക്ഷിക്കാനായിട്ട് കർത്താവായ യേശുക്രിസ്തു രക്തം ചൊരിഞ്ഞ് മരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ കുറച്ച് രക്തം ഒരു സിറിഞ്ച് ഉപയോഗിച്ച്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ഒരു ഔൺസ് രക്തം കുത്തിയെടുത്ത് ഇത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ദാനം ചെയ്തായിരിക്കുന്ന ഒരു ഔൺസ് രക്തമാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തണമെന്ന് മാത്രമല്ല, ആ ചിന്തുന്ന പ്രക്രിയയിൽ കർത്താവ് മരണം അടയേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇതുകൊണ്ട് ചില ആളുകൾ തെറ്റായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, രക്തമെന്ന വാക്ക് ഒരു നല്ല വാക്കല്ല. അവന്റെ പുത്രനായ യേശുവിൻ രക്തം നമ്മെ രക്ഷിക്കുന്നു എന്നൊരു പകരം അവന്റെ പുത്രനായ യേശുവിന്റെ മരണം നമ്മെ രക്ഷിക്കുന്നു എന്നവരെ പകരമാക്കിയിട്ടുണ്ട്. അങ്ങനെ പകരമാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. രക്തം ചിന്തുക, മരിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ആശയങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടതായിരിക്കുന്ന ബന്ധമുള്ളതായിരിക്കുന്ന ആശയങ്ങളാണ്. നമുക്ക് ഇഷ്ടം പോലെ അതിനൊന്നും മാറ്റാൻ ഒക്കുകയില്ല. എനിക്കത് ഇഷ്ടമല്ല. രക്തം എന്ന വാക്ക് ഇന്നത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കല്ല. അത് കേട്ടാൽ ഒരു ബുദ്ധിമുട്ടുള്ള വാക്കാണ്. അതുകൊണ്ട് നമുക്ക് മരണമെന്നാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കാൻ ഒക്കുകയില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടും നിങ്ങളുടെ സൗകര്യവും നിങ്ങൾക്ക് കേൾക്കാനുള്ള സുഖം അനുസരിച്ചല്ലല്ലോ ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷ ഒരുക്കിയത്. അങ്ങനെ രക്ഷ ഒരുക്കിയ ഒരു രക്ഷയല്ല നമുക്കുള്ളത്. ദൈവം തന്റെ കോപത്തെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാനും തന്റെ ക്രോധത്തെ ശമിപ്പിക്കുവാനും പര്യാപ്തമായിരിക്കുന്ന ഒരു മരണം കർത്താവായ യേശുക്രിസ്തു ദാനം ചെയ്തു. അത് ശ്വാസം മുട്ടിച്ചാകുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ വെള്ളത്തിൽ മുങ്ങിച്ചാകുകയോ ഒന്നും ചെയ്താൽ കർത്താവ് രോഗത്തിന്റെ രക്ഷിതാവായി തീരുകയില്ല. അവൻ രക്തം ചിന്തി തന്നെ മരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം അവസാനമായിട്ട് അവര് ഹൃദയത്തിലേക്ക് കുന്തം കുത്തിയപ്പോ രക്തം മാത്രമല്ല, ആ ഹൃദയത്തിന്റെ സാക്കിൽ ഇടുന്നതായിരിക്കുന്ന വെള്ളവും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു തെളിവാണ് രക്തത്തോടുകൂടെ വെള്ളവും പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു അങ്ങനെ തന്റെ രക്തം ചിന്തി. ചില ആളുകൾ അങ്ങനെ അതിശോക്തിയായിട്ടൊക്കെ പറയാറുണ്ട്, അവൻ തന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്നു. അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം കർത്താവായ യേശു ശരീരത്തിൽ പിന്നെ ഒരു തുള്ളി രക്തം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുകയെന്ന് വരികയില്ലേ? അവസാന തുള്ളി രക്തം വരെ വന്നു. അങ്ങനെ അവസാന തുള്ളി രക്തമൊന്നും വന്നില്ല. കർത്താവായ യേശു ശരീരത്തിൽ 12 തുള്ളി രക്തം ഉണ്ടായിരുന്നു. അപ്പോ ഈ രക്തത്തിന്റെ എണ്ണവും അളവൊന്നുമല്ല, രക്തം ചിന്തുക, മരിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ആശയങ്ങൾ ബന്ധപ്പെട്ട ആശയമാണ്. നമ്മൾ ചിലപ്പോൾ കർത്താവായ യേശുവിന്റെ മരണത്തെ കുറിച്ച് വലിപ്പക്കാട്ടാൻ വേണ്ടി അവൻ തന്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നു എന്നൊക്കെ പറയാറുണ്ട്.
അത് ഒക്കെ നല്ലതാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊന്നും ദൈവത്തിന് പ്രകാരമുള്ളതായിരിക്കുന്ന വിവരണങ്ങളൊന്നുമല്ല. കർത്താവിന്റെ അവസാനമുള്ള രക്തം വരെ തന്നോ ഇല്ലയോ, കർത്താവ് രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിച്ചു. തന്റെ പ്രാണജീവൻ പോകത്തക്കവണ്ണം തന്റെ രക്തം തന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി മാറി. അതാണ്. ഒരു ജന്തുവിനെ പഴയ നിയമത്തിൽ അറക്കുമ്പോഴും ആ ജന്തുവിന്റെ ശരീരത്തിൽ പിന്നെ ഒരു രക്തം പോലും ഇല്ലെന്നല്ല. ആ ജന്തുവിന്റെ കഴുത്തറുത്തിട്ട് ആ ജന്തു മരിച്ചു എന്ന് ഉറപ്പ് വരുന്നത് വരെയും അതിന്റെ രക്തം അങ്ങനെ പോയി, അത് മരിച്ചു. പിന്നെ ഒരു ശരീരത്തിന് ഒരു രക്തമുണ്ടോ എന്നുള്ള വിഷയമൊന്നുമില്ല. അപ്പൊ നമ്മൾ ചിലപ്പോ അങ്ങനെയൊക്കെ ഭക്തി കൂടി, ചിലപ്പോ ഭക്തി കൂടിയിട്ട് അഭക്തിയുടേതായ വാക്കുകളൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ മരണത്തെ അങ്ങനെ കുറച്ച് വലിപ്പപ്പെടുത്താനായിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഉദ്ദേശം നല്ലതാണെന്നുള്ളത് കൊണ്ട് ദൈവം നമ്മോട് കോപിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഏതായാലും കർത്താവായ യേശു ക്രിസ്തു തന്റെ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി നൽകിയ വിലയേറിയ ഒരു 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 കാര്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് പകരക്കാരനായിട്ട്, ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുവാനുള്ള നമ്മുടെ പകരക്കാരനായിട്ട് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നമ്മെ വീണ്ടെടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന വില കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവൻ കൊടുത്ത് അതെ നേടി എന്നുള്ളത്, നമുക്ക് വേണ്ടി പകരക്കാരൻ നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നാം എത്ര വിലയേറിയവരാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുക്കുവാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്നല്ലോ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ കുറച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ കുറച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് പകരമാവില്ല. കർത്താവ് ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും എന്താണ്? നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള യാഗമായി അർപ്പിക്കുക. കർത്താവ് നമുക്ക് മരണം ഭരിച്ച യാഗമായിട്ട് തീർന്നെങ്കിൽ നാം അങ്ങനെ മരണം ഭരിക്കുന്ന യാഗങ്ങളായി തീരണമെന്നല്ല, ജീവനുള്ള യാഗമായി എന്ന് പറഞ്ഞാൽ ഒരു ജീവിതകാലം മരണം വരുന്നതുവരെയും ഒരു യാഗവസ്തുവിനെ പോലെ, യാഗശാലയിൽ ഇരിക്കുന്ന ഒരു യാഗവസ്തുവിനെ പോലെ കർത്താവിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ജീവിക്കുക. അതാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. അങ്ങനെ നമുക്ക് ജീവിക്കാം. ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.